അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇരുന്നേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ 7 ആകാശവും കണ്ടവരാണ് ശൈഖ് അവറുകൾ. അദൃശ്യ ലോകത്ത് ഉയരങ്ങളിൽ പറക്കുന്ന രാജകിളിയാണ് മഹാനവറുകൾ എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ഇരുന്ന ഇരിപ്പിനേൽ 7 ആകാശം കണ്ടോവർ. ഇരുന്ന ഇരിപ്പിൽ 7 ആകാശവും കണ്ടു. ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. അദൃശ്യ ലോകങ്ങളിൽ ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഉയരത്തിൽ പറക്കുന്ന രാജകിളിയാണ്. ഇവിടെ മഹാനായ ശൈഖ് അവറുകളുടെ കണ്ണിന്റെ പ്രത്യേകതയും അതേപോലെ അവിടുത്തെ സഞ്ചാരത്തിന്റെ വൈപുല്യവുമാണ് ശൈഖ് അവറുകൾ ഗൗസുൽ-ആലം തങ്ങളുടെ മഹത്വമായി സ്ഥിരീകരിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കതിന്റെ സാങ്കത്യത്തെക്കുറിച്ച് പരിശോധിക്കാം. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ 7 ആകാശവും കാണുക എന്ന് പറഞ്ഞത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരന്റെ കണ്ണിന്റെ പരിമിതിയിൽ ഇതൊന്നും സാധ്യമല്ല. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ കണ്ണാകുമ്പോൾ ആ കണ്ണ് സാധാരണക്കാരന്റെ കണ്ണിന്റെ ലിമിറ്റില്ലാതെ കാണാൻ കഴിയുന്നതാണ്. നമുക്കറിയാമല്ലോ, വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്തസ് സമാവാതി വൽ-അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ആകാശങ്ങളിലും ഭൂമിയിലുള്ള പ്രാപഞ്ചിക രഹസ്യങ്ങളെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമ്മൾ കാണിച്ചു കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിന്റെ 75ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് നബിമാരുടെ സംഭവത്തിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ അടിമ അല്ലാഹു തആല അവനെ സ്നേഹിക്കുന്ന പരുവത്തിലേക്ക് ഉയർന്നാൽ അവന്റെ കയ്യും കണ്ണും കാലുമൊക്കെ ഞാനാകുമെന്ന് അള്ളാഹു പറയുന്നു. അല്ലാഹു തആല ഒരാളുടെ കണ്ണും കയ്യും കാലുമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം സാധാരണക്കാരന്റെ കണ്ണിന്റെയും കാതിന്റെയും ഒക്കെ പരിമിതികളില്ലാതെ ദൂരം പ്രശ്നമല്ലാതെ കാണാനും കേൾക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്ന സാഹചര്യം എന്നാണ് ആ പറയുന്നതിന്റെ ചുരുക്കം. അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അദൃശ്യ ലോകത്തുള്ള സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. ഈ നോട്ടത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ കണ്ണിന്റെ പ്രത്യേകത കൊണ്ട് പല സംഗതികളും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാമല്ലോ, ഞാൻ ഗ്രഹണ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം മുന്നോട്ട് അങ്ങ് നീങ്ങുകയും പിന്നെ യഥാസ്ഥാനത്ത് വന്ന് നിൽക്കുകയും ചെയ്തൊരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടെ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്തേ നബിയെ തങ്ങളൊരല്പം മുന്നോട്ട് നീങ്ങി വീണ്ടും തിരിച്ചു വന്നത് എന്ന്. അവിടെ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക മുന്തിരിക്കൊല എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾക്കത് കഴിക്കാമല്ലോ എന്ന ധാരണയിൽ ഞാൻ അല്പം മുന്നോട്ട് പോയതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒറ്റ ഇരുത്തത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്തരം ഉന്നതമായ സ്ഥാനങ്ങൾ കാണാൻ ആവശ്യമായ അവസരം അല്ലാഹു കൊടുത്തു എന്നാണല്ലോ. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായിട്ട് സംഭവിക്കുന്ന സംഗതികൾ ഔലിയായിന് കറാമത്തായിട്ടുണ്ടാവുന്നതിന് ഒരു വിരോധവുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിച്ചാൽ മതി. നിങ്ങൾ നോക്കൂ, ഇഷ്ടദാസന്മാരുടെ കണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസ്, ഇത്തഖു ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. നിങ്ങൾ സത്യവിശ്വാസികളുടെ ഫിറാസത്ത് എന്ന മഹത്തായ ഒരു ഗുണം അത് നിങ്ങൾ സൂക്ഷിക്കണം. എന്താ കാരണം? അവർക്ക് ലക്ഷണം പറയാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ പ്രത്യേക പ്രകാശം കൊണ്ടാണ് അവർ നോക്കുക. അപ്പൊ ഇഷ്ടദാസന്റെ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്താൽ സാധാരണക്കാരന്റെ കണ്ണിന്റെ ലിമിറ്റില്ലാതെ കാണാൻ ആവശ്യമായിട്ടുള്ള അവസരം അല്ലാഹു തആല അവർക്ക് നൽകും. മഹാന്മാർ പറഞ്ഞത് അതാണല്ലോ, ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാദിറൂന വാജിനിഹത്തുൻ തതീറു ബിഗൈരി രീശി ഇലാ മലകൂതി റബ്ബിൽ ആലമീന. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഹൃദയങ്ങൾ, ആ ഹൃദയങ്ങൾക്ക് ചില കണ്ണുകളുണ്ട്. അപ്പൊ അകക്കണ്ണ്, ആ അകക്കണ്ണുകൊണ്ട് നോക്കിയാൽ തറാമാലായ റാഹുന്നാളിറൂന, സാധാരണ നോക്കുന്നവർക്ക് കാണാൻ സാധിക്കാത്ത പലതും അവരുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ അവർക്ക് കാണാൻ പറ്റും.
വാജിനിഹത്തുൻ തത്തീറു ബിഗൈരി റീശി, ചിറകില്ലാതെ പറക്കാൻ സഹായകമായിട്ടുള്ള ചില ചിറകുകൾ അവർക്കുണ്ട്. ഇലാ മലക്കൂത്തി റബ്ബിൽ ആലമീന, ആ ചിറക് ഉപയോഗിച്ച് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായിട്ടുള്ള ആ ആകാശ രഹസ്യങ്ങളിലേക്ക്, അവർക്ക് അദൃശ്യ ലോകങ്ങളിലേക്ക് അവർ പറന്നുയരും. അത് തന്നെയുള്ള ഇവിടെ പറഞ്ഞത് ഉയരങ്ങളിൽ ഏതു മലക്കൂത്തിൽ രാജാളി എന്നവർ അദൃശ്യ ലോകത്ത് ഉയരങ്ങളിൽ പറക്കുന്ന രാജകളിയാണ് മഹാനായ ശൈഖ് അവറുകൾ. അപ്പോ അതൊരു ആത്മീയമായ സഞ്ചാരത്തെക്കുറിച്ച് ആലങ്കാരികമായി പ്രയോഗിച്ചതാകാം എന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട സംഗതിയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മഹാനായ ശൈഖ് അവറുകളുടെ അതുപോലെ തന്നെ മറ്റു മഹാന്മാരുടെ ശാരീരികമായിട്ടുള്ള ഏറ്റവും വലിയ പവറും അതേപോലെ തന്നെ അവരുടെ പ്രത്യേകതയുമാണ് ഈ വരിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നല്ലത് ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.